and then now we are before the word as we are in a series of unboxing sin. ആമേൻ. നാം ഇനിയും വചനത്തിലേക്ക് ശ്രദ്ധയിട്ടിരിക്കുകയാണ്. നാം തുടർമാനമായി ചിന്തിച്ചു വരുന്ന ചിന്തയാണ് പാപത്തെ പുറത്തു കൊണ്ടുവന്ന് കാട്ടുക. Looking into our stamina, I feel like this should be the last episode of that. ആമേൻ. നിങ്ങളെ നോക്കട്ടെ, എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഇതിന്റെ ഒരു അവസാനത്തെ എപ്പിസോഡ്. We have taken too much weight. ആമേൻ. നാം ഒരുപാട് ഇതിൽ നാം ഭാരം കൊടുക്കുവാനാണ്. So we have done 4 in a row. ആമേൻ. 4 കാര്യങ്ങൾ നാം ഇതിനോടകം ചിന്തിക്കുവാനാണ്. This is the 5th episode and probably I will take a break after this. ആമേൻ. ഇത് 5ാമത്തെ എപ്പിസോഡാണ്. ഇത് ശേഷം ഞാൻ ഒരു ബ്രേക്ക് എടുക്കുന്നതായിരിക്കും. Because the concluding part we did on the day of Pentecost. ആമേൻ. ഇതിന്റെ അവസാനത്തെ ഭാഗം നാം 2 ആഴ്ച മുമ്പാകെ പെന്തക്കോസ്ത് ഞായറാഴ്ച ചിന്തിക്കുവാനിടയായി. All right, so today what I'm going to share with you is very important thing. As church we should understand this. ആമേൻ. സഭയായി നാം മനസ്സിലാക്കേണ്ട ഒരു പ്രാധാന്യമുള്ള ഒരു വിഷയം. And I pray Lord will speak to our hearts. എൻ്റെ പ്രാർത്ഥന ദൈവം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കട്ടെ. In this row what I'm going to share is the impact of hidden sin in the life of a believer or in church. ആമേൻ. ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ രഹസ്യ പാപത്തിന്റെ അതിന്റെ ആ ഇംപാക്റ്റിനെ കുറിച്ച് പറയുവാനാണ്. We all know what is sin now. പാപം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. Missing the mark is sin. ലക്ഷ്യം തെറ്റുന്നതാണ് പാപം. All right, so we were discussing 5 important questions. ആമേൻ. 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു നാം ഇതിനോടകം ചിന്തിക്കുന്നത്. And in all these series, ആമേൻ, ഈ ഓരോ സീരീസിലും we discuss these 5 questions. ആമേൻ, ഈ 5 ചോദ്യങ്ങൾ നാം ചിന്തിക്കുവാനിടയായി. Today we are going to discuss what happens when sin is tolerated. ആമേൻ. പാപം കുഴപ്പമില്ലാതെ ടോളറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇന്ന് നമുക്ക് ചിന്തിക്കാം. Especially we will be talking about hidden sin. ആമേൻ. രഹസ്യ പാപത്തെ കുറിച്ചായിരിക്കും ഇന്ന് We ചിന്തിക്കുന്നത്. already discussed about how we can have victory through Holy Spirit. പരിശുദ്ധാത്മാവിനാൽ എപ്രകാരം ജയം പ്രാപിക്കാം എന്ന് നാം ചിന്തിക്കുവാനിടയായി. So let's talk about this hidden sin. ഈ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ രഹസ്യ പാപത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. Secret sin. ആമേൻ. രഹസ്യ പാപം. There is a verse in the book of Bible, in the book of Numbers. ആമേൻ. സംഖ്യാപുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. Be sure your sin will find you out. ആമേൻ. സംഖ്യാപുസ്തകം 32-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. In Malayalam. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. Oh, okay. It's little different in Malayalam. Let's go in English. Be sure your sin will find you. ആമേൻ. നിങ്ങളുടെ പാപം നിങ്ങളെ തേടി കണ്ടെത്തും. I will tell you the background. ആമേൻ. ഇതിന്റെ പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. We all know Israelites started their journey from Egypt and they reached almost very close to the promised land. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് അവരുടെ വാഗ്ദത്ത ദേശത്തിന് ഏതാനും അടുത്തെത്തിയ സമയത്ത്, if you can show the next slide. അടുത്ത സ്ലൈഡിൽ നമ്മൾ So if you can see this now, Israelites came all the way close to Jordan. ആമേൻ. യോർദാന്റെ തീരത്തോളം അവർ എത്തുവാനിടയായി. Moses brought them to this place. മോശെ അവരെ അവിടെ എത്തിക്കുവാനിടയായി. Now this is Canaan. ആമേൻ. ആ മറുനാടാണ് കനാൻ നാട്. This is the promised land. അതാണ് വാഗ്ദത്ത നാട്. They came almost to this place. ഇതാ യോർദാന്റെ തീരത്തോളം അവരെത്തി. As soon as they came to this place, ഈ സ്ഥലത്തെത്തിയപ്പോൾ you know there are 12 tribes, right? 12 ഗോത്രങ്ങളുള്ള കാര്യം നമുക്കറിയാം. Right? ആമേൻ. Reuben, Shimon, Levi, Yehuda, Issachar, Zebulun, Dan, Naphtali, Gad, Asher, Benjamin, Joseph. So all these things, 12 tribes are there. ആമേൻ. 12 ഗോത്രങ്ങൾ പേരുപേരായി നമുക്കറിയാം. And God wanted all 12 of them to gain this place. 12 ഗോത്രക്കാരും ഈ കനാൻ നാട് പ്രാപിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. That is what God wanted. Right? എന്തായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. But as soon as they came this പക്ഷേ place, അവർ യോർദാന്റെ തീരത്തെത്തിയപ്പോൾ 2 groups came. 2 കൂട്ടർ വന്നു. Took Moses for a biryani. ആമേൻ. മോശെ ബിരിയാണിക്ക് വേണ്ടി വിളിച്ചോണ്ട് പോയി. And had a private meeting. എന്നിട്ട് സ്വകാര്യമായി സംസാരിച്ചു. Moses, മോശെ, I know we are going to that land. അപ്പുറം മറുകടം ആ ദേശത്ത് പോകുന്നറിയാം. You know what? We are tired. ഞങ്ങൾ ക്ഷീണിതരാണ്. It's very difficult for us to cross Jordan and go there. ആമേൻ. യോർദാൻ കടന്ന് അവിടം വരെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. We know that is really the place. ആമേൻ. അതാണ് യഥാർത്ഥമായ വാഗ്ദത്തമാണ് ഞങ്ങൾക്കറിയാം. Would you please allow us to stay here? പക്ഷെ ഞങ്ങളെ ഇവിടെ വസിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം. Only 2 groups. 2 കൂട്ടർ മാത്രം. Who are those groups? ആ 2 പേരാരാന്നറിയാമോ? Reuben and Gad. ആമേൻ. രൂബേനും ഗാദും. And then Manasseh came later. ആമേൻ. മനശ്ശെ പിന്നീടാണ്. Reuben and Gad, they said, private. It's a private talk. ആമേൻ. സ്വകാര്യമായ ഒരു സംസാരമായിരുന്നു.
What is God's will? എന്തായിരുന്നു ദൈവത്തിന്റെ ഹിതം? To stay together, ഒരുമിച്ച് നിൽക്കുവാൻ, to walk together, ഒരുമിച്ച് നടക്കുവാൻ, to pray together, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, to have a congregation together. ആമേൻ, ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവാൻ. God never wanted them to be divided. ആമേൻ, അവർ വേർപിരിയുന്നത് ദൈവം ആഗ്രഹിച്ചില്ല. A spirit of division came in. ആമേൻ, വേർപിരിക്കുന്ന ഒരു ആത്മാവ് വരുവാനിടയായി. You all may go there. ആമേൻ, നിങ്ങൾ എല്ലാവരും കടന്നപ്പുറം പോകും. Help us to stay back. ഞങ്ങൾ ഇവിടെ വസിക്കുവാൻ സഹായിക്കുക. Moses was very disturbed. ആമേൻ, ഇത് കേട്ടപ്പോൾ മോശയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. Moses remembered. മോശ ഓർക്കുവാനിടയായി. Exactly this happened some 38 years back. ഏകദേശം 38 വർഷങ്ങൾക്ക് മുമ്പാകെ ഇത് സംഭവിച്ചതാണ്. When they came to the same place, ഇതേ സ്ഥലത്തെത്തിയപ്പോൾ two people came and said, this was a great place. ആമേൻ, രണ്ടുപേർ ഇവിടെ എത്തിയിട്ട് പറഞ്ഞു ഇത് വളരെ മനോഹരമായ സ്ഥലമാണ്. Then 8 of them said, this is not a good place. പക്ഷേ 8 പേര് പറഞ്ഞു അല്ല, ഇതല്ല നല്ല സ്ഥലം. There was a division then. ആമേൻ, ആ സമയത്തും ഒരു വേർപിരിയലുണ്ടായിരുന്നു. Because of the division, ആ ഡിവിഷൻ കാരണം they could not enter into the promised land. അവർക്ക് ആ വാഗ്ദത്ത നാട് കയറുവാൻ കഴിഞ്ഞില്ല. Again they came back to the promised land. ആമേൻ, വീണ്ടും ചുറ്റി അവർ അതേ സ്ഥലത്തെത്തുവാനിടയായി. An enemy put the same seed. അതേ ചിന്ത തന്നെ ശത്രു കൊണ്ടുവരാനിടയായി. Reuben and Gad, this was very spiritual now. ആമേൻ, ഇത് വളരെ ആത്മീകമായ വിഷയമാണ്. That time it was carnal. ആമേൻ, ആ സമയത്ത് ജഡീകമായ ചിന്തയായിരുന്നു. 38 years here before it was carnal, there was fight. ആമേൻ, 38 വർഷക്കാലം മുമ്പേ അതൊരു ജഡീകമായ ചിന്തയായിരുന്നു. This was spiritual. ഇപ്പോൾ ഇതൊരു ആത്മീക വിഷയമാണ്. We will stay here. ഞങ്ങൾ ഇവിടെ വസിച്ചോളാം. We are not going to disturb you. ആമേൻ, ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്താൻ You all പറ്റില്ല. can go there. നിങ്ങൾ എല്ലാവരും കടന്നപ്പുറം I പൊക്കോളൂ. want to tell church. സഭയോട് ഞാനൊരു കാര്യം I want to tell പറയട്ടെ. every family. ഇവിടെ ആയിരിക്കുന്ന ഓരോ കുടുംബക്കാരോട് Whenever പറയട്ടെ. you are at the brim of your deliverance, നിങ്ങളുടെ വിടുതലിന്റെ ആ വക്കിലെത്തുമ്പോൾ, whenever you come close to your promise, നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ ഏറ്റവും അടുത്തെത്തുമ്പോൾ, always remember, എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, enemy will divide your family. ആമേൻ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വിച്ഛേദനം ശത്രു Enemy will കൊണ്ടുവരും. make a division in the church. സഭയ്ക്കകത്തും ഒരു ചലിപ്പ്, Enemy can bring division in your own family, your own personal life. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഇപ്രകാരം ഒരു ഡിവിഷൻ But a കൊണ്ടുവരാനിടയാകും. child of God, പക്ഷെ ഒരു ദൈവ പൈതൽ, be united when God asks you to be united. ആമേൻ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കുക. Husband and wife, ഭാര്യയും ഭർത്താവും. I want to let you know, നിങ്ങളോട് ഞാൻ പറയട്ടെ, many times you will stand in front of your promises. ചിലപ്പോൾ നിങ്ങളുടെ വാഗ്ദത്തത്തിന് മുമ്പിലായിരിക്കും നിൽക്കുന്നത്. Right there in front of your promises. ആമേൻ, നിങ്ങളുടെ തൊട്ട് മുമ്പിലായിരിക്കും But വാഗ്ദത്തം. then enemy brings a divide and rule. പക്ഷേ ശത്രു ചിലപ്പോൾ നിങ്ങളെ വേർപിരിക്കുവാൻ ശ്രമിക്കും. Moses understood this. മോശയ്ക്ക് അത് തിരിച്ചറിയുവാനിടയായി. Moses said, മോശ വിളിച്ചു പറഞ്ഞു, this will never happen. ഇത് ഒരിക്കലും സംഭവിക്കാൻ But I പോകുന്നില്ല. can do one thing. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യാം. If you come with us, ഞങ്ങളുടെ ഒപ്പം വന്നാൽ cross Jordan, യോർദാൻ കടന്ന് fight Jericho, യെരിഹോയ്ക്കെതിരെ യുദ്ധം ചെയ്ത്, fight Ai, ആമേൻ, ആയി പട്ടണത്തിനും യുദ്ധം ചെയ്ത്, and when we get Canaan, ആമേൻ, നമുക്ക് കനാൻ പിടിച്ചെടുത്തതിനു ശേഷം then you can come back എന്നിട്ട് നിങ്ങൾക്ക് മടങ്ങി വരാം. and you can settle there. എന്നിട്ട് ഇപ്പുറം നിങ്ങൾക്ക് വസിക്കാം. But come with us. പക്ഷെ ഇപ്പോൾ ഞങ്ങളോടൊപ്പം Fight വരിക. with us. ഞങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുക. Stay together with us. ഞങ്ങളോട് ഒരുമിച്ച് നിൽക്കുക. I want to tell church here. സഭയോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. Remember, and then Moses said one more thing. എന്നിട്ട് മോശ ഇപ്രകാരം ഒരു കാര്യം കൂടി പറഞ്ഞു. Looking into Reuben and Gad, ആമേൻ, രൂബേനെയും ഗാദേയും നോക്കി. he made an agreement. ആമേൻ, ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി. Very important. Listen this very carefully. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ They കേൾക്കുക. made an agreement. ഇതാ ഒരു ഉടമ്പടി ഉണ്ടാക്കി. Come with us. ഞങ്ങളോടൊപ്പം വരിക. Fight for the battle. ആമേൻ, ഈ യുദ്ധം ഞങ്ങളോടൊപ്പം ചെയ്യുക. Fight as if you need Canaan. ആമേൻ, കനാൻ നിങ്ങൾക്ക് ആവശ്യമെന്ന രീതിയിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. Even though you want to settle back, നിങ്ങൾക്ക് ഇപ്പുറമാണ് നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമെങ്കിലും fight with us. ഞങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുക. And the settlement was this. ആമേൻ, അവരെ ചെയ്ത ഉടമ്പടി ഇതായിരുന്നു. If you will not fight like you are fighting, ആമേൻ, നിങ്ങൾക്ക് ആഗ്രഹത്തോടെ നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ, if you are just acting, ആമേൻ, നിങ്ങൾ വെറും അഭിനയിക്കുക മാത്രമാണെങ്കിൽ, Bible says, വചനം പറയുന്നു, Moses is saying, മോശ പറയുകയാണ്, I will not find you. ആമേൻ, ഞാൻ നിങ്ങളെ യുദ്ധം ചെയ്യില്ല. Moses knew that he will not be on the other side. ആമേൻ, മോശയ്ക്ക് നന്നായി അറിയായിരുന്നു മോശ മറുകരമെത്തില്ലെന്ന്. Moses knows that he will not be there when the promised land will be given. ആമേൻ, വാഗ്ദത്ത നാട് നേടിയെടുക്കുമ്പോൾ മോശ അവിടെ കാണുകയില്ലെന്ന് മോശയ്ക്ക് But അറിയാമായിരുന്നു. Moses said, മോശ പക്ഷേ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, I will not find you. ആമേൻ, ഞാൻ നിങ്ങളെ കണ്ടുപിടിക്കില്ല. Joshua will not find you. യോശുവയും നിങ്ങളെ കണ്ടില്ല. Nobody else will see what is the intent, hidden agenda of your heart. നിങ്ങളുടെ ഹൃദയത്തിലെ തീരുമാനങ്ങളും ആഗ്രഹം എന്താണെന്ന് മറ്റാരും കാണത്തില്ല. Nobody will know your hidden agenda. ആമേൻ, നിങ്ങളുടെ മറിഞ്ഞിരിക്കുന്ന അജണ്ട എന്താണെന്ന് ആരും But കാണത്തില്ല. if you break this covenant, പക്ഷേ ഈ ഒരു ഉടമ്പടി നിങ്ങൾ മുറിച്ചാൽ അല്ലെങ്കിൽ if you are not united, നിങ്ങൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ, your sin will find you. ആമേൻ, നിങ്ങളുടെ പാപം നിങ്ങളെ കണ്ടെത്തുവാനിടയാകും. Your sin will find you. നിങ്ങളുടെ തന്നെ പാപം നിങ്ങളെ And I want to കണ്ടെത്തുവാനിടയാകും. bring this to you. അതാ ഇന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ Church, ആഗ്രഹിക്കുന്നു. remember, സഭ ഓർത്തിരിക്കുക, when we do hidden
sins. നമ്മൾ രഹസ്യത്തിൽ പാപം ചെയ്യുമ്പോൾ Anybody should listen me very carefully. ആമേൻ, ഇവിടെ ഇരിക്കുന്ന സകലരും ശ്രദ്ധിച്ചു When കേൾക്കുക. when we do hidden sins, നമ്മൾ രഹസ്യത്തിൽ പാപം in ചെയ്യുമ്പോൾ secret what you do, നാം രഹസ്യത്തിൽ എന്ത് ചെയ്യുന്നുവോ, maybe your pastor will not know. ചിലപ്പോൾ നിങ്ങളുടെ ദൈവദാസൻ അറിയത്തില്ല, Maybe your husband will not know. ഭർത്താവ് ചിലപ്പോൾ Maybe your അറിയത്തില്ലായിരിക്കും. wife doesn't know. ഭാര്യയ്ക്കും അത് Maybe your children doesn't know. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. But mark the word of God. പക്ഷെ ദൈവവചനം കുറിച്ചിട്ടോ, Mark the word ഈ of God. ദൈവവചനം കുറിച്ചിട്ടോ, Whatever you are hiding, നിങ്ങൾ എന്ത് തന്നെ മറച്ചു വെച്ചാലും sin will find you. ആ പാപം നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും. I will not find you. ഞാൻ എല്ലാവർക്കും കണ്ടെത്തുന്നത്, Maybe I will just ignore that. ഞാൻ ചിലപ്പോൾ അത് വിട്ടുകളയും, Somebody else will ignore that. മറ്റു ചിലവരും അത് കേട്ടിട്ട് Your ignore ചെയ്യും. spouse will ignore that. ചിലപ്പോൾ ഭാര്യയോ ഭർത്താവോ അത് ഇഗ്നോർ ചെയ്യും. But your sin will find you. പക്ഷെ നിങ്ങളുടെ പാപം നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും. Amen. ആമേൻ. Church, based on this, ആമേൻ. ഇതിനെ ആസ്പദമാക്കി I want to bring 5 factors quickly. വേഗത്തിൽ 5 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Number 1. ഒന്നാമത്തെ കാര്യം, Hidden sins are not hidden from God. ആമേൻ, മറഞ്ഞിരിക്കുന്ന പാപം ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. Always believers should understand this. എപ്പോഴും ഒരു വിശ്വാസി മനസ്സിലാക്കുക, Hidden sins are not hidden from God. ആമേൻ, മറഞ്ഞിരിക്കുന്ന പാപം ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. Hebrew 4:13 says, ഹെബ്രായ ലേഖനം 4:13 പറയുന്നു, no creature is hidden from his sight, but all are, come on everybody, all are naked and exposed to the eyes of him to whom we must give account. ആമേൻ. What's that in Malayalam? അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, Huh. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു. Church, I want to let you know, ഒരു കാര്യം ഞാൻ സഭയോട് പറയട്ടെ, even though nobody is watching us, ആരും നിങ്ങളെ കാണുന്നില്ലെങ്കിലും, young people, let me ask you, യൗവനക്കാരോട് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, nobody will watch you. ആരും നിങ്ങളെ നോക്കുന്നില്ല. Maybe even if when somebody sees that, ആമേൻ, അതാരെങ്കിലും കണ്ടാൽ തന്നെ, even when somebody understands that, അവർക്കത് മനസ്സിലായാലും, you may be like me. ആമേൻ, നിങ്ങളെ പോലെ ആയിരിക്കും. Many times I know say things, ആമേൻ, പലപ്പോഴും എനിക്ക് പല കാര്യങ്ങളും but അറിയാം. I can come and very smilingly give you a hand. ആമേൻ, ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കരം തരുവാൻ എനിക്കറിയാം. I will not take any revenge. ഞാൻ ഒരു റിവെഞ്ചും I എടുക്കത്തില്ല, will not take any revenge. ഒരു പ്രതികാരത്തിനും ഞാൻ But വരുന്നില്ല. I will smile പക്ഷെ ഞാൻ ചിരിക്കും, as if everything is good, എല്ലാം നല്ലതെന്ന് രീതിയിൽ as ഞാൻ if I ചിരിക്കും. don't know anything. എനിക്കൊന്നും But അറിയാമാത്ത I want to let you know, പക്ഷെ ഒരു കാര്യം ഞാൻ there is a പറയട്ടെ, heaven in this place. ആമേൻ, ഇവിടെ സ്വർഗ്ഗമുണ്ട്. There is a God that we serve. അവിടെ നാം സേവിക്കുന്ന Nothing ദൈവമുണ്ട്. is hidden in front ആ of that ദൈവത്തിന്റെ God. മുമ്പാകെ ഒന്നും Church, മറിഞ്ഞിരിക്കുന്നില്ല. I want to exhort today. സഭയോട് ഞാൻ പ്രബോധിപ്പിക്കട്ടെ, If Holy Spirit tells you, ആമേൻ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആഹ്വാനം if you തരികയാണ്, are a child of നിങ്ങൾ God, ഒരു ദൈവ പൈതലെങ്കിൽ, if you are a saved person, നിങ്ങൾ രക്ഷിക്കപ്പെട്ട you have a വ്യക്തിയാണെങ്കിൽ, Holy Spirit, നിങ്ങളുടെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവുണ്ട്. and you have a different operating system, ആമേൻ, നിങ്ങൾക്ക് വ്യത്യസ്തമായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു and the operating സംവിധാനമുണ്ട്. system is Holy ആ Spirit. സംവിധാനം പരിശുദ്ധാത്മാവാണ്. When Holy Spirit tells you, ആ പരിശുദ്ധാത്മാവ് നിങ്ങൾ ആഹ്വാനം തരുമ്പോൾ, in secret you have done something, നിങ്ങൾ രഹസ്യത്തിൽ എന്തോ ചെയ്തു. in secret you are compromising, ആമേൻ, രഹസ്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തു. in hiding you have done something. ആമേൻ, മറിഞ്ഞിരുന്നു കൊണ്ട് എന്തോ ചെയ്തു. I want to tell you, when Holy Spirit talks about this, ആമേൻ, ഇതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളോട് may സംസാരിക്കുമ്പോൾ, I ask you today to repent. ആമേൻ, ഇന്ന് നിങ്ങളൊന്ന് Can we മാനസാന്തരപ്പെടുവാൻ get back to the Lord? നമുക്ക് മടങ്ങി Because ദൈവസന്നിധിയിലേക്ക് the Lord വരാം. loves you. കാരണം ദൈവം നിങ്ങളെ Hey, സ്നേഹിക്കുന്നു. God loves you. ഹേ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. Can I ask somebody today? ഇവിടെ ആയിരിക്കുന്ന ആരോടോ ഞാൻ ചോദിക്കട്ടെ, അഗ്നി ജ്വാലയ്ക്ക് തക്ക കണ്ണുള്ളവൻ, the one who has the eyes of fire, ആ നല്ല ഇടിമുഴക്കമുള്ള the ശബ്ദത്തോടെ one who speaks with the sound of അവൻ thunder, ഉറക്കെ സംസാരിച്ചില്ലെങ്കിലും and if he doesn't speak loudly, മന്ദമായി നിന്റെ ഹൃദയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ when he is pointing out with voice of ചിലതിനെ whisper, നിർത്തുവാൻ, amen, to stop certain things, ചിലതിനെ ഒഴിവാക്കുവാൻ, to leave certain ചിലതിനെ things, വിടുവാൻ, to abandon certain ചിലതിനെ things, എന്നേക്കുമായി മറക്കുവാൻ to forget certain things. ദൈവത്തിന് ആത്മാവ് ഹേമിപ്പിക്കുന്നുണ്ടെങ്കിൽ If the Holy Spirit is reminding you, ഇന്ന് പകൽക്കാലം മാനസാന്തരത്തിന് പകൽക്കാലമായി and this തീരട്ടെ. morning be a morning of repentance. ഒന്ന് ദൈവാത്മാവ് സംസാരിക്കുന്ന കരങ്ങൾ ഉയർത്തി And സ്തോത്രം if the ചെയ്യാൻ Holy പറ്റുമോ? Spirit is speaking to you, can we just lift up our hands and worship Him? Hallelujah. Hallelujah. ഒന്ന് സ്തോത്രം ചെയ്യാൻ Can പറ്റുമോ? we just praise God? ഭയമുണ്ടാകണം, I mean, we need to have that fear. ഭയമുണ്ടാകണം. We need to have that fear. We cannot play around fire God. Amen. ദൈവമാകുന്ന അഗ്നിയുടെ ചുറ്റും നമുക്ക് കളിക്കുവാൻ കഴിയില്ല. Psalms 139:11 and 12 says. സങ്കീർത്തനം 139:11 Come on, let's read together. Let's read together in English. If I say, surely the darkness shall cover me and light about me be night, even darkness is not dark to you, God. Amen. You may do things in dark, ആമേൻ. ഇരുട്ടിൽ പല പ്രവൃത്തികളും നാം ചെയ്തിരിക്കാം. but remember, for God there is nothing called dark. പക്ഷെ ദൈവത്തിന് ഈ അന്ധകാരം എന്ന് പറയുന്ന ഒരു വസ്തുതയില്ല. Amen. ആമേൻ. Second factor, രണ്ടാമത്തെ വസ്തുത, hidden sin can lead
to internal corruption and distance from God. ആമേൻ. നാം മറിഞ്ഞിരുന്ന് പാപം ചെയ്യുമ്പോൾ നമ്മുടെ ആന്തരികമായി നാം ക്ഷയിച്ച് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. We should live a life with fear and reverence to the Lord. ദൈവത്തോട് ഭയഭക്തിയോടെ നാം ജീവിക്കുവാൻ കഴിയണം. Because you know what happens? എന്താ സംഭവിക്കുന്നത് അറിയാമോ? This hidden sin will cause something. ആമേൻ. ഈ മറിഞ്ഞ് ചെയ്യുന്ന രഹസ്യ പാപം ചില കാര്യങ്ങൾ ചെയ്യും. Isaiah 59:2 says, ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 പ്രകാരം your പറയുന്നു, iniquities have made a separation between you and your God. നിങ്ങളും ദൈവവും തമ്മിൽ നിങ്ങളുടെ അകൃത്യം ഒരു വേർപാടുണ്ടായിരിക്കുന്നു. Sin can separate you from God. ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ് പാപം. Psalms 32:3-4 says, സങ്കീർത്തനം 32:3-4 when പറയുന്നു, I kept silent, my bones wasted away. For day and night your hand was heavy upon me. ആമേൻ. I want to let you church know this. സഭയോട് ഞാൻ ഇപ്രകാരം ഒന്ന് പറയട്ടെ. We might not consider certain sins as sin. ആമേൻ. ചില കാര്യങ്ങൾ നമുക്ക് പാപമായി നാം കാണത്തില്ലായിരിക്കും. As last week I said, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ, if somebody is sick outside, that is COVID. And if we are sick at home, then it is just a flu. ആമേൻ. എനിക്ക് പനി വന്നാൽ അത് വെറും പനി മാത്രമാണ്. മറ്റുള്ളവർക്ക് ഒരു തുമ്മൽ വന്നാൽ അത് കോവിഡ് ആയിരിക്കും. Okay, when somebody else fall, that was sin. ആമേൻ. ആരെങ്കിലും വീണു കഴിഞ്ഞാൽ അത് അവരുടെ പാപം കാരണം. When I commit sin, ഞാൻ പാപം ചെയ്ത്, it is just a weakness. അതെന്റെ ബലഹീനത മാത്രമാണ്. Friends, പ്രിയ ദൈവമക്കളെ, God takes it seriously. ദൈവം ഇത് വലിയ ഗൗരവമായി We are holy people sanctified by the blood of Jesus Christ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച് Holiness വിശുദ്ധീകരിച്ചെന്ന് ദൈവം is the കണക്കാക്കുന്നു. foundation of Christian ministry. ആമേൻ. ക്രിസ്തീയ ശുശ്രൂഷയുടെ അടിസ്ഥാനമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. Because our God is holy. കാരണം നമ്മുടെ ദൈവം വിശുദ്ധനായ In ദൈവമാണ്. him there is no unholy things. അവനിൽ ഒരു അശുദ്ധിയുമില്ല. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just praise God? The God whom you serve, നാം സേവിക്കുന്ന ദൈവം, he has zero tolerance towards sin. ആമേൻ, പാപത്തോട് ഒരു ടോളറൻസും There കാണിക്കുന്നില്ല. is no tolerance at all. ആമേൻ. ഒട്ടും തന്നെ അതിൽ ക്ഷമ And I want to കാണിക്കുന്നില്ല. remind you, നിങ്ങളെ ഞാൻ when ഓർമ്മിപ്പിച്ചോട്ടെ, we commit secret sins, നാം രഹസ്യത്തിൽ പാപം ചെയ്യുമ്പോൾ takes away from God. നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് It will മാറ്റുകയാണ്. corrupt us നമ്മളെ തന്നെ അത് അശുദ്ധിയാക്കും. and it will take us from away from God. ആമേൻ. ദൈവ സന്നിധിയിൽ നിന്ന് പോലും That's നമ്മളെ a classic അകറ്റുവാനിടയാകും. example of a hidden sin. ആമേൻ. ഈ രഹസ്യത്തിൽ പാപം ചെയ്ത ഒരു ക്ലാസിക് ആയിട്ടുള്ള നല്ലൊരു ഉദാഹരണമുണ്ട്. How many of you know King David? ദാവീദ് രാജാവിനെ എത്ര പേർക്കറിയാം? Hey, how many of us know that? ആമേൻ. എത്ര പേർക്കറിയാം? Guy who was very close to the heart of God. ആമേൻ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തി. Great musician, ആമേൻ. നല്ലോണം വാദ്യപൂർണ്ണം വായിക്കും. great praise and worship ആമേൻ. leader. നല്ലോണം ആരാധന നയിക്കും. Oh, great leader. നല്ലൊരു നായകനാണ്. But what happened? പക്ഷെ എന്താണ് സംഭവിച്ചത്? In a very weakest moment, ആമേൻ. തന്റെ ഏറ്റവും ബലഹീന നിമിഷത്തിൽ he saw a lady taking shower. ഇതാ കുളിക്കുന്ന ഒരു സ്ത്രീയെ കാണുവാനിടയായി. And when he was roaming around the roof, ആമേൻ. തന്റെ ആ കൊട്ടാരത്തിൽ മേൽ that ഉലാവിയപ്പോൾ, one sight led him to commit adultery. ആമേൻ, താൻ കണ്ട ആ ഒരു ദൃഷ്ടി ഒരു പാപത്തിലേക്ക് And now I നയിക്കുകയാണ്. need your attention, everybody. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധയോടെ എന്നെ കേൾക്കണമേ. This is the reality of hidden sin. ഇതാണ് രഹസ്യ പാപത്തിന്റെ ഒരു യാഥാർത്ഥ്യം. When you commit or I commit something in hiding, ആമേൻ. രഹസ്യത്തിൽ നാം എന്തെങ്കിലും പാപം ചെയ്യുമ്പോൾ, the second thing that we do, ആമേൻ, നാം ചെയ്യുന്ന രണ്ടാമത്തെ വസ്തുത, we will cover it up. നാം അതിനെ മറയ്ക്കുവാനിടയാകും. We will do everything to cover. നാം അതിനെ മറയ്ക്കുവാൻ സകലതും പ്രയത്നിക്കും. You will show, oh, I didn't do anything. ആമേൻ. ഞാനൊന്നും ചെയ്തില്ലെന്ന് You പറയും. will show, I don't know anything. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെന്നും പറയും. I don't know who did that. ആമേൻ. ആരാ ചെയ്തതെന്നും എനിക്കറിയില്ല. And you will try to become the most important person in others' life. ആമേൻ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു വ്യക്തിയായി മാറുവാനിടയാകും. Friends, I want to ask you, പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ നിങ്ങൾക്ക് ചോദിക്കട്ടെ, when hidden sin comes in, ആമേൻ, നാം രഹസ്യത്തിൽ പാപം you നമ്മുടെ don't ഉള്ളിൽ feel വരുമ്പോൾ, like praying. ആമേൻ, പ്രാർത്ഥിക്കാൻ പിന്നെ You തോന്നുന്നില്ല. don't feel like singing. പിന്നെ പാടാൻ തോന്നുന്നില്ല. Church becomes burden for you. ആമേൻ. സഭ പിന്നെ ഒരു ഭാരമായി തോന്നും. Giving becomes burden for you. കൊടുക്കുന്നത് ഒരു ഭാരമായി വരും. Fellowshipping with the believers will become boring. ആമേൻ. ഇതാ കൂട്ടായ്മ വളരെ ബോറിംഗ് ആയി തോന്നും. You don't feel like sitting with faith believers. ആമേൻ. വിശ്വാസികളോടൊപ്പം ഇരിക്കുന്നത് പോലും പിന്നെ തോന്നുന്നില്ല. You will have more fun with non-believers. പിന്നെ അവിശ്വാസികളുമായിരിക്കും ഏറ്റവും കൂടുതൽ You will have നാം more ചെലവിടുന്നത്. fun with non-believers. ആമേൻ. അവിശ്വാസികളുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ Sunday you will attend here. അവൻ ഞായറാഴ്ച ഇവിടെ വരും. But Monday till Saturday you will have fun with all the unbelievers and non-believers. പക്ഷെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ അവിശ്വാസികളുമായിട്ടായിരിക്കും നമ്മുടെ കൂട്ടായ്മ. Check why this happened. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. Hidden sin. ഇത് രഹസ്യത്തിലെ പാപമാണ്. Number 3. മൂന്നാമത്തെ വസ്തുത. The third factor of hidden sin. ആമേൻ. മൂന്നാമത്തെ വസ്തുതയാണ് മറഞ്ഞിരിക്കുന്ന പാപം. Hidden sin
does not just affect you, it will affect your family, it will affect your friends, and it will affect your children. രഹസ്യപാപം നിങ്ങളെ മാത്രമല്ല അത് ബാധിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും മറ്റുള്ളവരെയും. You know the story in the book of Joshua. ആമേൻ. യോശുവയുടെ പുസ്തകത്തിൽ ഇപ്രകാരം നിങ്ങൾ വായിച്ചതായി നിങ്ങൾക്കറിയാം. You know that map, right? ആമേൻ. നിങ്ങൾ മുമ്പ് കണ്ട ആ ഒരു മാപ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. They all came and fought in Jericho. അവരെല്ലാരും വന്ന് യെരിഹോവിൽ യുദ്ധം ചെയ്യുവാനിടയായി. They got a great victory. വലിയൊരു കൊള്ള അവൾക്ക് ലഭിക്കുവാനിടയായി. Right then they want to get victory over Ai. അടുത്ത പട്ടണമായ ആയ് പട്ടണത്തിലും അവർ യുദ്ധത്തിന് പോയി. And when they went over there, ആയ് പട്ടണത്തിൽ യുദ്ധത്തിന് they പോയപ്പോൾ failed miserably. അവർ ദാരുണമായി പരാജയപ്പെട്ടു. And 32 people got killed. 36 പേർ മരിക്കുവാനിടയായി. Just one reason. ഒരേ ഒരു കാരണം. There was one guy, ഒരു വ്യക്തി, Non-Achan, ആമേൻ. or Achan. ആഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, This guy disobeyed God. ആമേൻ. ഈ വ്യക്തി ദൈവത്തെ അനുസരണം In hiding, he went and did something that he was not supposed to do. താൻ ചെയ്യേണ്ടാത്ത കാര്യം താൻ മറഞ്ഞിരുന്ന രഹസ്യത്തിൽ ചെയ്യുവാനിടയായി. He got the things that he should not be getting from others. ആമേൻ. മറ്റുള്ളവരിൽ ലഭിക്കാൻ പാടില്ലാത്ത ഒരു വസ്തുത താൻ ലഭിച്ചെടുക്കുവാനിടയായി. And that was okay for one reason. ആമേൻ. അത് ഒരു രീതിയിൽ നോക്കിയാൽ And കുഴപ്പമില്ല. second thing what he did, പക്ഷേ രണ്ടാമത് എന്താ ചെയ്തത്? he did a mistake താൻ ഒരു തെറ്റ് ചെയ്തു, and he covered it. അതിനെ മറച്ചു വെക്കുവാനും ഇടയായി. He digs a place where he put everything in there, he secured it and covered it. ആമേൻ. താൻ അതെല്ലാം കൊണ്ടുവന്ന് മറച്ചു വെച്ച് അത് സൂക്ഷിച്ചു വെക്കുവാനും ഇടയായി. In the unction of Holy Spirit, പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രകാരം I പറയട്ടെ, want to let the church know, സഭയോട് ഞാൻ പറയട്ടെ, let this never happen among us. ആമേൻ. നമ്മുടെ ഇടയിൽ ഇത് ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. What God forbids, say no to that. ആമേൻ. ദൈവം ത്യജിച്ചതിനെ നമുക്കും വേണ്ടാന്ന് What പറയാം. God says no is no for us. ദൈവം വേണ്ടാന്ന് പറഞ്ഞത് നമുക്കും What വേണ്ടാന്ന്. God say yes is yes for ദൈവം us. മൂവ് എന്ന് പറഞ്ഞത് അത് നമുക്കും How many of you ആണ്. can agree with me? എത്ര പേർക്ക് എന്നോടൊപ്പം What ചേർന്ന് God പറയാൻ says കഴിയും? no, how many of you can say no to that? ദൈവം വേണ്ടാന്ന് പറഞ്ഞത് നമുക്കും വേണ്ടാന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ദൈവാത്മാവിൽ ഒരു കാര്യം ദൈവവചനത്തിൽ കൂടി ഞാൻ പറയട്ടെ. Through the spirit, through the word, let me declare this. ദൈവം ഏത് വിഷയത്തിൽ നോ എന്ന് പറയുന്നു, അതിനെ നോ പറയാനുള്ള ആർജവം ആത്മനിറവിൽ നാം പ്രാപിക്കണം. Amen. Being filled in the spirit, let us have that boldness to say no to the things that God has said no to. And what was the result? Amen. അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു? The whole Israel saw a failure. Amen. ഇസ്രായേൽ ജനം മുഴുവൻ ഒരു തോൽവി കാണുവാനായി. Achan's family had to go through that. Amen. ആഖാന്റെ കുടുംബം അതിൽ കൂടി കടന്നു പോകാനായി. Its kids has to go through തന്റെ that. കുഞ്ഞുങ്ങളും അതിൽ കൂടി കടന്നു പോകാനിടയായി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. Let me tell you one thing. ദൈവത്തോട് ഒരു നാളും നമ്മൾ കളിക്കാൻ പോകല്ലേ. Never ever try to play with God. നീ മറവിൽ നിന്ന് ചെയ്യുന്നത്, ആരും അറിയാതെ നീ ചെയ്യുന്നത്, അത് നിനക്ക് മാത്രമല്ല തലമുറകളെ തൊടുന്ന വിഷയമാണെന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ മാനസാന്തരത്തോട് മടങ്ങി വരുവാൻ ദൈവാത്മാവിൽ ഞാൻ നൽകി തരുന്നു. How many of us can repent when the Holy Spirit is pointing or speaking to us this morning that whatever that we are doing in secrecy or in hidden, it would not just affect us but even our children and the next generation. I want to talk to this all believers. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന വിശ്വാസികളോട് എല്ലാം ഞാൻ പറയട്ടെ, Our God is a consuming fire. ആമേൻ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന Yes, അഗ്നിയാകുന്നു. He is God of grace. ആമേൻ. ഇത് കൃപാലുവായ ദൈവം And it is തന്നെയാണ്. the grace that we are saved. ആമേൻ. ആ കൃപ മുഖാന്തരമാണ് നാം രക്ഷ And പ്രാപിച്ചത്. today we are sitting here because it's a grace. ആമേൻ. നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നതും ഈ കൃപ കാരണമാണ്. Today Holy Spirit is here, ആ പരിശുദ്ധാത്മാവ് ഇന്ന് ഇവിടെ ഉണ്ട്. encouraging us. ആമേൻ. നമ്മളെ ഒന്നുകൂടെ ഉദ്ധാരണപ്പെടുത്തി. Come out of that hidden sin. ആമേൻ. ആ മറഞ്ഞിരിക്കുന്ന രഹസ്യ പാപത്തിൽ Come നിന്ന് out of that പുറത്തുവരുവാൻ. hidden sin. ആ രഹസ്യ പാപത്തിൽ നിന്ന് Hey church, പുറത്തുവരുവാൻ. we are holy people. നാം വിശുദ്ധ ജനമാണ്. We are holy people, നാം വിശുദ്ധ ജനമാണ്. called to live in holiness. ആ വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടി Our God is a വിളിക്കപ്പെട്ടവരാണ്. holy God. നമ്മുടെ ദൈവം വിശുദ്ധനായ I ദൈവമാണ്. want to let you know, church. സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, Families, I want to let you ഇവിടെ know, ഇരിക്കുന്ന കുടുംബങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, Word of God is our standard. ആമേൻ. ഈ ദൈവവചനമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. Today's culture is not our standard. ഇന്നത്തെ സമ്പ്രദായമല്ല നമ്മുടെ സ്റ്റാൻഡേർഡ്. Today's cultural acceptance is not our standard. ഇന്ന് ചുറ്റും സമ്പ്രദായം എന്താണോ സ്വീകരിക്കുന്നത് അതല്ല നമ്മുടെ സ്വീകാര്യം. What others do is not our standard. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നോ അതല്ല നമ്മുടെ But സ്റ്റാൻഡേർഡ്. God's holy word is our standard. ദൈവത്തിന്റെ വിശുദ്ധ ദൈവവചനമാകുന്നു നമ്മുടെ If you believe സ്റ്റാൻഡേർഡ്. that, say amen to അത് that. വിശ്വസിക്കുന്നവർ ആമേൻ എന്ന്
What the word of God say yes is yes. ആമേൻ ദൈവവചനം ഹൂവെന്ന് പറയുന്നത് ഹൂവെന്നത്രേ. The culture will say we can be politically very correct. ആമേൻ സംസ്കാരം പറയും നമുക്ക് പൊളിറ്റിക്കൽ ആയിട്ടൊന്ന് ശരിയായി But പറയാം. let me be very true on this pulpit to tell you that what God says no is a no. It's a big no for us. ആമേൻ ദൈവം നോ പറയുന്നത് വലിയൊരു നോ തന്നെയാണ്. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടി അല്ല ദൈവസഭ ഈ ഭൂമിയിലായിരിക്കുന്നത്. God didn't establish a church in this world to be politically right. But the church is here to say sin is sin and God is holy. ആമേൻ പാപം പാപം എന്ന് പറയുവാനും ദൈവം വിശുദ്ധനായ ദൈവം എന്ന് വിളിച്ചു പറയുവാനത്രേ. Hello church. ആമേൻ Amen. ഹല്ലേലൂയ. We have watered down everything. ആമേൻ നാം പലതും വെള്ളം മായം ചേർക്കുവാനിടയായി. We are in a very politically correct order. ആമേൻ പലതും പൊളിറ്റിക്കലി കറക്റ്റ് ആയ രീതിയിൽ നാം But നോക്കി. when God sees പക്ഷെ that, ദൈവം അത് നോക്കുമ്പോൾ God who has a zero tolerance towards sin, പാപത്തോട് ഒട്ടും പോലും കോംപ്രമൈസ് ചെയ്യാത്തൊരു ദൈവം, this God is saying, ഈ ദൈവം I'm പറയുകയാണ്, not destroying you. ആമേൻ ഞാൻ നിങ്ങളെ തകർത്തു This കളയുന്നില്ല. message is not to destroy ഈ you. സന്ദേശം നിങ്ങളെ But this തകർക്കുവാനല്ല. message is to say, പക്ഷെ ഈ സന്ദേശം നിങ്ങളോട് hey, പറയുകയാണ്, come back to the Lord. ഒന്ന് മടങ്ങി വരിക ദൈവസന്നിധിയിലേക്ക്. Resolve the matter right now. ആമേൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ഏറ്റു പറയുക. ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ. ആമേൻ in the spirit let me declare it. ഇത് ആരെ തകർക്കാനല്ല, It is not to destroy anyone, ആരെ ജഡ്ജ് ചെയ്യാനല്ല, not to judge anyone. പക്ഷേ നിന്റെ മേൽ ഈ ഒരു അഗ്നി ഇറങ്ങാതിരിക്കാൻ, Amen. For this consuming fire not to come upon you. വീണ്ടും വീണ്ടും പാപം ചെയ്ത് കൃപയിൽ നിന്ന് താഴെ വീഴാതിരിപ്പാൻ, Not that you would fall from grace after continuing in sin. ഒരിക്കൽ ചെയ്ത പാപത്തെ കുറിച്ചല്ല I'm പറയുന്നത്. not talking about the sin that you did But once. when you continue in that, ആ പാപത്തിൽ വീണ്ടും മുഴുകി I want to ജീവിക്കുമ്പോൾ tell you, ഇന്ന് നിങ്ങളോട് ഞാൻ വിളിച്ചു it's പറയട്ടെ, not just affecting you, അത് നിങ്ങളെ മാത്രമല്ല അത് it will ബാധിക്കുന്നത്, affect your spouse, അത് നിങ്ങളുടെ ഭാര്യയെയും it will ഭർത്താവിനെയും, affect your അത് children, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ it will ബാധിക്കും, bring shame, അത് നിങ്ങൾക്ക് ലജ്ജ കൊണ്ടുവരാനാകും, it will bring shame, അത് നിങ്ങൾക്ക് it ബന്ധനമായി will മാറും, bring shame on your community, അത് നിങ്ങളുടെ സമൂഹത്തിൽ it can bring shame on your church. അത് സഭയ്ക്കകത്തൊരു ലജ്ജാ വിഷയമായി Can I മാറും. call today? ഇന്ന് നിങ്ങളോടൊന്ന് ആഹ്വാനം ചെയ്യട്ടെ. Thank God that God has not exposed it. ആമേൻ ഇതുവരെ ദൈവം നമ്മളെ വെളിച്ചത്തിൽ കൊണ്ടുവരാത്തോട് സ്തോത്രം ചെയ്യാം. അങ്ങനത്തെ ചിലരൊക്കെ ഇതുവരെ നമ്മളൊക്കെ വെളിച്ചത്തിൽ ദൈവം കൊണ്ടുവരാത്തത് കൊണ്ട് ഞാൻ ദൈവത്തെ Oh, സ്തുതിക്കുന്നു. I thank God that up until this very moment God has not brought us You to know light. why? You know why? എന്തുകൊണ്ടെന്നറിയാമോ? Because God's grace is big. കാരണം ദൈവത്തിന്റെ കൃപ ഇന്നുമുണ്ട്. God wants us to come back. ആമേൻ വീണ്ടും മടങ്ങി വരുവാൻ ദൈവം Can I get ആഗ്രഹിക്കുന്നു. somebody say amen to എത്ര this? പേർക്കൊന്ന് ആമേൻ പറയുവാൻ കഴിയും? Can I get somebody need to be very courageous. ആമേൻ ഒന്ന് ധൈര്യത്തോടെ പറ. Say, thank you Lord for that. നന്ദി കർത്താവേ അതോർത്ത്. We need to sing and we need to sing it very clear that I come back to the Lord. ആമേൻ ഇന്ന് പറയുമ്പോൾ വ്യക്തമായി പറയാൻ ഞാൻ I ദൈവത്തിലേക്ക് come മടങ്ങി back to വരുന്നു. that throne of grace. ആ കൃപാസനത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ഇന്നും ആ കൃപാസനം തുറന്നിരിക്കുന്നുണ്ട്. Even today that throne of grace is ആരും open for us. നശിച്ചു പോകാതിരിപ്പാൻ, Amen. So that no one would be ആരും തകർന്നു destroyed. പോകാതിരിപ്പാൻ, So that no one would be ഒരു destroyed. കുടുംബത്തിനും തകർച്ച വരാതിരിപ്പാൻ, So that none of the families would be ലോകത്തിലുള്ള destroyed. സകല സഭകളോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, To the every churches on this world, let me സഭ declare it. ദൈവത്തിന്റെ അത്രേ, The church belongs to God. സഭ ദൈവത്തിന്റെ അത്രേ, The church belongs to God. ക്രിസ്തുവിന്റെ മണവാട്ടി സഭയാ, It is the bride of Jesus. ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ശുദ്ധിയുള്ള And the സഭയായിരിക്കട്ടെ, bride of Jesus Christ, the church needs to be holy. നിഷ്കളങ്കതായി തീരട്ടെ, Let it be innocent, ഒരു വാട്ടവുമില്ലാത്ത, without any ഒരു weakness, അശുദ്ധിയുമില്ലാത്ത, without any ഒരു impurities. നല്ല നിഷ്കളങ്ക, Amen. We're ഒരു clear. virgin ആയിട്ട് Amen. As a virgin, ഒരു നല്ല സഭയായിരിക്കട്ടെ. let it be a best നമ്മൾ church. ദൈവസഭയാണെങ്കിൽ I mean, if we are ആ the church, കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? can we just submit ourselves into their hands? Can we just lift our hands and bless the name of the Amen. Lord? കരങ്ങൾ ഉയർത്തി ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ Hey, കഴിയുമോ? let's not take worship lightly. ആമേൻ. നമ്മുടെ ആരാധനകൾ ലഘുവായി എടുക്കാതെ, Let's not take worship lightly. നമ്മുടെ ആരാധനകൾ ലഘുവായി എടുക്കാതെ, Oh, this music will fade. ആമേൻ, ഈ വാദ്യോപകരണ ശബ്ദങ്ങളെല്ലാം The മാഞ്ഞു പോകും. screen will get off. ആമേൻ, ഈ സ്ക്രീൻ മാഞ്ഞു പോകുന്നു The വരാം. stage will not be there. ആമേൻ, ഈ പുൽപ്പിറ്റ് കണ്ടെന്നില്ലെന്ന് വരാം. When the thundering sound of heaven will happen, ആമേൻ, സ്വർഗ്ഗത്തിൽ നിന്നും when the ഇടിമുഴക്കത്തിന്റെ trumpet of the ശബ്ദമുണ്ടാകുമ്പോൾ, Lord shall sound, കാഹളനാദം ധ്വനിക്കുമ്പോൾ, thousands of angels will come down. ആയിരക്കണക്കിന് ദൂതന്മാർ ഇറങ്ങി വരും. Only a bride that is separated for God will go with Christ. ക്രിസ്തുവിന് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്ന ആ മണവാട്ടി സഭ മാത്രമേ എടുക്കപ്പെട്ടുള്ളൂ. അശുദ്ധിയുള്ള ആരും പോകയില്ല. Every unholiness will never go up. Hidden sins ഉള്ളവർ പോകയില്ല. Everyone with a hidden sin will never go up. Can I ask this church? ആമേൻ, ഈ സഭയോട് ഞാൻ ആഹ്വാനം ചെയ്യട്ടെ. Can we dedicate ourselves? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ കഴിയുമോ? Fourth factor, നാലാമത്തെ വസ്തുത, sad factor.
അവൻ ഏറ്റവും ദുഃഖകരമായ വസ്തുതയാണത്. If we don't go with the three things, അവൻ ഈ മൂന്ന് കാര്യങ്ങൾ നാം ചെയ്തില്ലെങ്കിൽ, the sad factor, അവൻ ഏറ്റവും ദുഃഖകരമായ വസ്തുത ഇതാണ്, hidden sin will be finally exposed. അവൻ മറഞ്ഞിരിക്കുന്ന പാപം, രഹസ്യ പാപം ഒരു നാൾ അത് പുറത്തു വരും. There is not a single hidden sin അവൻ ഒരു രഹസ്യ പാപം പോലും which will not be exposed. അത് പുറത്തു വരാതെ ഇരിക്കുകയില്ല. It will be exposed. തീർച്ചയായിട്ടും അത് പുറത്തു വരും. That is the justice of God. അതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. If we don't repent, നാം ഇന്ന് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, if we don't make changes, ഇന്ന് നാം തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ, if we don't find solution, അതിനുവേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടെത്തിയില്ലെങ്കിൽ, our God is so good. നമ്മുടെ ദൈവം വളരെ നല്ല ദൈവമാണ്. He don't just expose right away. വെറുതെ അങ്ങോട്ട് നമ്മളെ പുറത്തു He കൊണ്ടുവരികയില്ല. will never expose you right away ആമേൻ. ആ ചെയ്തപ്പോൾ തന്നെ പുറത്തു കൊണ്ടുവരികയില്ല. unless and until we continue in that sin. ആമേൻ. നാം ആ പാപത്തിൽ തുടർന്നാൽ മാത്രം. Even when Holy Spirit said make a solution to this, and if you don't make a solution, good luck. ആമേൻ. നാം പരിശുദ്ധാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരാൻ പറഞ്ഞിട്ടും നാം ചെയ്തില്ലെങ്കിൽ, ആമേൻ. Let's read this. നമുക്ക് ഈ വാക്യം ഒന്ന് വായിക്കാം. Luke 12:2. ലൂക്കോസിന് സുവിശേഷം 12:2. Let's read it loud. Nothing is covered up that will not be revealed, or hidden that will not be. ആമേൻ. Whether you are young or old. Yeah, please go in Malayalam. മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. ആമേൻ. മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും വെളിച്ചത്തിൽ വരാതെ ഇരിക്കയില്ല എന്നീ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, If the word of God truly says that nothing covered up that will not be revealed, make sure ആമേൻ, ഉറപ്പാക്കുക, any hidden sin, ഏത് മറഞ്ഞിരിക്കുന്ന പാപമാണെങ്കിൽ, if we don't repent, അത് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നില്ലെങ്കിൽ, God will expose it. ദൈവം അത് പുറത്തു So കൊണ്ടുവരും. what is the lesson here? ഇവിടെ നാം പഠിക്കുന്ന പാഠം എന്താണ്? Not to expose you, ആമേൻ. നിങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരികയല്ല, but to repent പക്ഷേ ഒന്ന് റിപ്പന്റ് ചെയ്യുക, and come back to the Lord. മടങ്ങി വരിക, Come back to ദൈവസന്നിധിയിലേക്ക്, the Lord. ദൈവത്തിലേക്ക് മടങ്ങി വരിക. Ecclesiastes chapter 12 verse 14 says, സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 14-ാം let's read it loud. Everybody, would you read it loud? ഉച്ചത്തിൽ God നമുക്ക് will bring bring every deed into judgment with every secret thing. സ്തോത്രം. I said once, and with echo you heard thrice. ആമേൻ. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, എക്കോ കാരണം നിങ്ങൾ 3 തവണ കേട്ടിട്ടുമുണ്ട്. Let's read one more time. ഒരിക്കൽ കൂടി നമുക്കൊന്ന് വായിക്കാം. God will Bring bring every every deed into judgment judgment with with every secret thing. സ്തോത്രം. You may cover anyway. ആമേൻ. നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ മൂടി വെക്കാൻ ശ്രമിച്ചു. You can be smart as you can. എത്ര ബുദ്ധിയോടെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാം. But God, who knows everything, സകലതും അറിയുന്ന ഒരു who ദൈവമുണ്ട്, created everything, സകലതും സൃഷ്ടിച്ച ഒരു who ദൈവമുണ്ട്, is omniscient, ആമേൻ. who സർവജ്ഞാനിയായ is ദൈവം, omnipresent, സർവവ്യാപിയായ ഒരു ദൈവമുണ്ട്, who is omnipotential. സർവശക്തനായ ദൈവമാണ്. That God, ആ ദൈവം He says, ഇപ്രകാരം പറയുന്നു, I know everything. ആമേൻ. ഞാൻ സകലതും അറിയുന്നു. So that brings me to take you to the fifth and the most important factor. ആമേൻ. അഞ്ചാമത്തത് ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുതയിലേക്ക് ഞാൻ You കൊണ്ടുവരും. know what is that? ആമേൻ. എന്താണെന്ന് അറിയാമോ? A true repentance. യഥാർത്ഥമായ ഒരു മാനസാന്തരം. Today God is asking a true ആമേൻ. repentance. ഇന്ന് നിങ്ങളിൽ ദൈവം ഒരു യഥാർത്ഥ What മാനസാന്തരം is my ആഗ്രഹിക്കുന്നു. ultimate aim today? ആമേൻ. ഇന്ന് എന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? 1 John chapter 1 and verse 9. 1 യോഹന്നാൻ 1-ന്റെ We've been 9 talking about this several times. ആമേൻ. ഇത് പല തവണ നാം I സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. want to call you all today. ആമേൻ. ഇന്ന് നിങ്ങൾക്ക് ഒരു ആഹ്വാനം ഞാൻ തരട്ടെ. If we confess our sin, He is faithful and just to forgive you. This God is just and faithful to forgive us. ആമേൻ. ഈ ദൈവം നമ്മെ ക്ഷമിക്കുവാൻ വേണ്ടി നാം തയ്യാറായിരിക്കുന്ന ഒരു ദൈവമാണ്. Proverbs 28:13 says, സദൃശവാക്യം 28:3 and I want this to be in Malayalam also. It's right. Come on, let's read. Whoever conceals his transgressions will not prosper. This is one thing. When we hide sins, it affects your prosperity. Amen. ലംഘനം മറച്ചിരിക്കുന്നവർക്ക് ശുഭം വരികയില്ല, ഏറ്റുപറയുന്നവർക്ക് കരുണ ലഭിക്കുവാനിടയാകും. Oh, praise God. Amen. So if we really need shubham, prosperity, Amen. ആ ഒരു ശുഭം നമുക്ക് ലഭിക്കണമെങ്കിൽ we need to
confess the things before the Lord. ദൈവസന്നിധിയിൽ നമുക്കതൊന്ന് ഏറ്റുപറയുവാൻ Church, തയ്യാറാകണം. our ultimate aim is this. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതാണ്. And with this one example that I said during the Father's Day sermon. ആമേൻ. ഫാദേഴ്സ് ഡേ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞ ഈ ഉദാഹരണം പറയട്ടെ. When the son who did hidden sin, ആമേൻ, ഈ മകൻ മറഞ്ഞിരുന്ന് പാപം ചെയ്തപ്പോൾ he went to a different place, ഇതാ വേറെ സ്ഥലത്തേക്ക് ഓടിപ്പോയി, committed sin, അവിടെ പാപം ചെയ്തു, disobeyed God. ദൈവത്തിൽ അനുസരണക്കേട് But കാണിച്ചു. when the day came that he wanted to confess, ആമേൻ, അത് ഏറ്റുപറയേണ്ട ആ ദിവസം വന്നപ്പോൾ I see a father running towards him. ആമേൻ, തങ്കലേക്ക് ഓടി ചെല്ലുന്ന ഒരു പിതാവിനെ ഞാൻ A കണ്ടു. loving father. ഒരു സ്നേഹമുള്ള പിതാവ്. And that is what we have here. ആമേൻ, ഇന്നും നമുക്ക് ആ പിതാവുണ്ട്. Our Christ, Jesus Christ loves us. ആമേൻ, ഈ കർത്താവായ യേശുക്രിസ്തു നമ്മളെ God the സ്നേഹിക്കുന്നു. Father loves us. പിതാവായ ദൈവം നമ്മളെ Holy സ്നേഹിക്കുന്നു. Spirit loves us. പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹിക്കുന്നു. You know, the days are coming when Christ is coming soon. ആമേൻ, കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും, അധികം താമസിക്കാൻ The നടക്കും. whole world is declaring that. ആമേൻ, മുഴുവൻ ലോകവും അത് വിളിച്ചു We are പറയുകയാണ്. hearing about wars. യുദ്ധത്തെക്കുറിച്ച് നാം We are കേൾക്കുന്നു. hearing about famine. ആമേൻ, ഇതാ ക്ഷാമത്തെക്കുറിച്ച് We are കേൾക്കുന്നു. about our natural things being shattered. ആമേൻ, പ്രകൃതിയിൽ അതെല്ലാം One thing is sure. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്. Bible says, വചനം വിളിച്ചു when പറയുന്നു, you see these ഈ things, കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ, when you hear these things, ഇതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ, mark my words. എന്റെ വാക്ക് എഴുതിക്കൊള്ളുക. His coming is very soon. ആമേൻ, ആ വരവ് ഏറ്റവും Jesus അടുത്തിരിക്കുന്നു. Christ came to this world കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു 2000 years ago. 2000 വർഷങ്ങൾക്ക് മുമ്പേ. That time he came to save you. ആ സമയത്ത് വന്നത് നമ്മളെ രക്ഷിക്കാനാണ്. Everybody who accepted Jesus Christ, ആമേൻ, കർത്താവിനെ സ്വീകരിച്ച സകലരും, accepted his death, ആമേൻ, തന്റെ മരണം സ്വീകരിച്ചവർ, accepted his resurrection, തന്റെ ഉയർത്തെഴുന്നേറ്റ് they all സ്വീകരിച്ചവർ, were saved. അവരെല്ലാം And രക്ഷിക്കപ്പെട്ടു. people who are saved, ആമേൻ, രക്ഷിക്കപ്പെട്ട ജനം, we are called to walk in the holiness of God. ആ ദൈവത്തിന്റെ വിശുദ്ധിയിൽ നടക്കുവാൻ അത്രേ വിളിക്കപ്പെട്ടത്. Now Jesus is coming again. ഇനി വീണ്ടും മടങ്ങി വരുന്നു This കർത്താവ്. time he's not coming to save, ആമേൻ, ഈ പ്രാവശ്യം വരുന്നത് നമ്മളെ but രക്ഷിക്കുവാനല്ല. next time he's coming to judge. ആമേൻ, ഇനി വരുന്നത് ന്യായം വിധിക്കുവാനത്രേ. I want to tell my church, സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, first time when he came, ആദ്യം വന്നപ്പോൾ he rode over a donkey. ഇത് ആ കഴുതമേലാണ് വന്നത്. He said, I am not coming to judge you. ആമേൻ, ഇപ്പോൾ ഞാൻ വരുന്നത് ന്യായം He വിധിക്കുവാനല്ല. rode over a donkey. ഇതാ കഴുതമേൽ വന്നു. Say that I came to give you peace. ആമേൻ, ഞാൻ സമാധാനം നൽകി തരുവാൻ വരുന്നു. Everybody who have accepted Jesus' first coming, ആമേൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവ് സ്വീകരിച്ചവർ, only those people will receive Jesus in his second coming. ആമേൻ, ആ ജനത്തെ മാത്രമേ കർത്താവിന്റെ രണ്ടാം വരത്തിൽ സ്വീകരിക്കാൻ If you കഴിയുള്ളൂ. believe that you have accepted Lord, ആമേൻ, നിങ്ങൾ കർത്താവിനെ he സ്വീകരിച്ചവരാണെങ്കിൽ, is the Lord ആമേൻ, അത് കർത്താവാണെന്ന് who വിശ്വസിക്കുന്നവർ, can save you from your sins. ആമേൻ, നമ്മുടെ പാപത്തിൽ നിന്ന് ലംഘനത്തിൽ നിന്ന് There നമ്മളെ is ക്ഷമിക്കാൻ nobody in കഴിയുന്ന this world ഈ ലോകത്തിൽ ആരുമില്ല who can save you from sin. നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ There is രക്ഷിക്കുവാൻ. nobody who can take away the curse. ആമേൻ, ഈ ശാപം എടുത്തു മാറ്റുവാൻ ആരുമില്ല. There is nobody who can take away the sickness. ആമേൻ, നമ്മുടെ രോഗം എടുത്തു മാറ്റുവാൻ There ആരുമില്ല. is nobody who can take the penalty. ആമേൻ, ഇതിന്റെ ശമ്പളത്തെ എടുത്തു മാറ്റുവാൻ ആരുമില്ല. Every sin has a penalty, ആമേൻ, ഓരോ പാപത്തിനും അതിന്റെ ശമ്പളമുണ്ട്. whether it is hidden or unhidden. ആമേൻ, അത് മറഞ്ഞ പാപം രഹസ്യ പാപവുമാണ്. Today I want to come with a good news. ആമേൻ, ഇന്നൊരു സുവാർത്തമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ Jesus വരട്ടെ. Christ is here, കർത്താവായ യേശുക്രിസ്തു who want to ഇവിടുണ്ട്. deliver you from this sin. ഈ പാപത്തിൽ നമ്മളെ വിടുവിക്കുവാൻ. അന്ധകാരത്തിന്റെ ചങ്ങലകൾ പൊട്ടിക്കുവാൻ ഇന്ന് യേശു കർത്താവ് ഇവിടെ ഉണ്ട്. Today Jesus is over here to break അവൻ every നിന്നെ chains of വെറുതെ ഇവിടുന്ന് darkness. വിട്ടുപോകുകയില്ല. He will never depart empty-handed. ദൈവത്തെ ആത്മാവ് The സംസാരിക്കുന്നുണ്ടെങ്കിൽ, Holy Spirit is speaking to ദൈവത്തെ you. ആത്മാവ് ഇടപെടുന്നുണ്ടെങ്കിൽ, If the Holy Spirit is moving in ഭയത്തോടെ you, ഒരു കരം ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിക്കാൻ Amen, പറ്റുമോ? can we just give ourselves in the hands ഒരു of God and നാവുകൾ worship തുറന്ന് here? ദൈവത്തെ സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just open up our mouth and start ചിലതൊക്കെ worshiping Him? വിടുവാൻ വേണ്ടി, To abandon certain ചിലതൊക്കെ things. ത്യജിക്കാൻ വേണ്ടി, To abandon certain things. ചിലതൊക്കെ മറയാൻ വേണ്ടി To give up certain things. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ Can we പറ്റുമോ? just give ourselves in the hands of Come on, God? lift your voice and say thank you, Lord. ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി കരേറ്റുവാൻ ഒന്ന് കഴിയുമോ? ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? Can we just praise എല്ലാ Him? നാവ് ദൈവത്തെ Let സ്തുതിക്കട്ടെ. every tongue worship ചില Him. രോഗങ്ങൾ മാറണമെങ്കിൽ, Amen. If certain sicknesses to go, ഐശ്വര്യങ്ങൾ വരണമെങ്കിൽ, if you need to prosper, അന്ധകാരത്തിലെ മണ്ഡലങ്ങൾ മാറണമെങ്കിൽ, the powers of darkness has ചില to move away. ന്യായവിധികൾ മാറണമെങ്കിൽ, If certain judgments has to go away, യേശുവിലേക്ക് ഒന്ന് മടങ്ങി വരാൻ can പറ്റുമോ? we just get back to the Lord? Come on, come back to the ആ Lord. ദൈവസന്നിധിയിലേക്ക് Would you ഒന്ന് love to മടങ്ങി give വരാം. your life to Jesus? നിങ്ങളുടെ ജീവിതം തന്നെ കർത്താവിന് ഒന്ന് ഒന്ന് കൊടുക്കാൻ സ്തോത്രം കഴിയുമോ? ചെയ്യാൻ പറ്റുമോ എന്ന്? Can we just praise God? അല്പനേരം നാവുകൾ തുറന്ന് Can ദൈവത്തെ we സ്തോത്രം take a few ചെയ്തത്? moments and worship Would you God? lift your hands ആ കരങ്ങളെ and സ്വർഗ്ഗത്തിലേക്ക് say ഉയർത്തി. that, oh Lord, ഓ ദൈവമേ, I humble myself. ഞാൻ എന്നെ തന്നെ താഴ്ത്തി I humble ഏൽപ്പിക്കുന്നു. myself. ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ചിലതിനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ തയ്യാറാകുമോ? Amen. Are you ready to bring solutions to certain things? ചിലത് മാറ്റുവാൻ, To change certain things? ചിലത് വിടുവാൻ, To abandon certain things? ചിലത് ക്ഷമിക്കുവാൻ, To forgive? ചിലത്
വിടുവാൻ to forsake. സമർപ്പണം ചെയ്യുന്ന എത്ര പേരുണ്ട്? How many of you are ready to submit? കാരണം കർത്താവ് വരുന്ന മണവാട്ടി എന്ന് പറഞ്ഞാൽ Amen. Christ is coming for his bride. ഒരു കള്ള മണവാട്ടിക്ക് വേണ്ടിയല്ല, Not for a fake bride. പാപ മണവാട്ടിക്ക് വേണ്ടിയല്ല, Not for one that is sinning. മറഞ്ഞ പാപത്തിന് മണവാട്ടിക്ക് Not വേണ്ടിയല്ല, for one that has secret sins. കളങ്കമില്ലാത്ത, One that is clean. ചുളുക്കമില്ലാത്ത, Without any wrinkle. നിഷ്കളങ്കമായ, The innocent. നിർമ്മല The pure. ഒരു നല്ല മണവാട്ടിക്ക് He വേണ്ടിയാണ്. is coming for such a bride. അങ്ങനത്തെ മണവാട്ടിയായി തീരുവാൻ And if you desire to become one such, സമർപ്പിക്കാൻ പറ്റുന്ന കരങ്ങൾ and if you're willing to submit yourself, ധൈര്യമായിട്ട് രണ്ട് കരങ്ങൾ ഉയർത്തി. and with boldness, can you just lift up your holy hands? അത്ര സമർപ്പണം ഇല്ലാത്തവർ ഇവിടെ ആരും ഷോ കാണിക്കണ്ട. Amen. Nobody has to show anybody else. പക്ഷേ സമർപ്പണമുള്ളവർ എഴുന്നേറ്റിരിക്കാവുന്ന But only those who have true submission in your heart, can you just stand in the ഈ presence of God? വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാൻ പറ്റുന്ന Before this word of God, if you're willing to submit, കരങ്ങൾ ഉയർത്തി. can you just lift up your എല്ലാ hands കണ്ണുകളും അടച്ച് and let every eyes be closed? സമർപ്പിക്കാൻ പറ്റുന്ന കരങ്ങൾ ഉയർത്തി. Amen. If you're willing to surrender yourself, lift up സ്തോത്രം your ചെയ്യാൻ hands. പറ്റുമോ? Can we just praise God? വളരെ സ്നേഹത്തോട് ഓർപ്പിക്കുന്നു, Amen. With the deep love for you, നിന്നെ I'm saying, തകർക്കാനല്ല, it is not to destroy you, നിന്നെ മുടിക്കാനല്ല, and it is not to forsake നിന്നെ you. നിഷ്കളങ്കനായി Amen. To make you clean ദൈവസന്നിധിയിൽ നിർത്തുവാൻ and to make you stand before ഈ the presence ദൈവം of നിന്നെ God. വിളിക്കുന്നു. This God is inviting you, കർത്താവ് നിന്നെ വിളിക്കുന്നു. and Christ is inviting you. സമർപ്പിക്കപ്പെടുന്ന കരങ്ങൾ Let ഉയർത്തിപ്പിടിച്ച് every hand that is willing to surrender lift up. every eyes to be എല്ലാ closed, കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. every eyes to be എല്ലാ closed. കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. Would you just commit yourself? നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച്